മറ്റുള്ളവര് ചെയ്ത ക്രൂരതകളെ നമുക്ക് മറക്കാൻ പറ്റുകയില്ല. ചില ആളുകൾ പറയാം മറക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? മറക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മളോട് തന്നെ അത്രയും സ്നേഹമാണ്, പൊറുക്കാൻ പറ്റുന്നില്ല. അപ്പോ മറക്കാനും പൊറുക്കാനും പറ്റണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, തന്നെ തന്നെ പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ അനുഭവങ്ങള്, നിന്റെ ഓർമ്മകള് പരിത്യജിക്കുക. ചില ആളുകൾ ഇങ്ങനെ കാത്തിരിക്കും. കുരിശിന്റെ വിശുദ്ധ യോഹന്നാന്റെ ജീവിതത്തില് അവസാന കാലഘട്ടത്തില് അദ്ദേഹത്തിനൊരു ദുരനുഭവം ഉണ്ടായതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായിട്ടുള്ളൊരു സന്യാസിയെ ചില തെറ്റായ ജീവിത രീതികളെ കുറിച്ച് ശാസിച്ചു. മോനെ ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, നീ ആ തെറ്റിലേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞ് ശാസിച്ചു. അതിനുശേഷം കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ രോഗിയായി 49-ാമത്തെ വയസ്സില് രോഗിയായി രോഗശൈലി കിടക്കുമ്പോ നേരത്തെ ശാസിച്ച ആളാണ് ഇപ്പോ സുപ്പീരിയർ. അപ്പൊ അയാൾ എന്ത് ചെയ്തു? അയാള് പ്രതികാര നടപടികൾ ചെയ്തിട്ട് ഈ വിശുദ്ധനെ സഭയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി എഴുത്തുകുത്ത് നടത്തുകയാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മെ തന്നെ പരിത്യജിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആത്മപരിശോധനയ്ക്ക് വേണ്ടി ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തില് മറ്റുള്ളവര് നമ്മളോട് പണ്ട് ചെയ്ത അപരാധങ്ങളുടെ ഭാരം എന്തെങ്കിലും നമ്മൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഈശോ പറയാണ്, അത് നീ ഇപ്പൊ ഉപേക്ഷിക്ക, നിന്നെ തന്നെ പരിത്യജിക്ക. ഉച്ചത്തിൽ വിളിച്ച് ഈശോയേ ഞാൻ അവസാനിപ്പിക്കാം. എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. നമുക്ക് ഒരു അവകാശമുണ്ട്. എന്താണ് അവകാശം? നമുക്ക് കറണ്ട് ഉള്ളിടത്തല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് എന്ത് വേണം? കറണ്ട് വേണം. പിന്നെ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് എന്ത് വേണം? വെള്ളം വേണം, ഇല്ലേ? പിന്നെ കിടക്കാൻ എന്ത് വേണം? ഒരു ചെറിയ വീടെങ്കിലും കിടക്കാനുള്ള, അല്ലെ, അടിസ്ഥാന ആവശ്യങ്ങള് നമുക്ക് കറണ്ട് വേണം, വെള്ളം വേണം. ഫാൻ ഇല്ലേലും കുഴപ്പമില്ല, കറണ്ട് ഉണ്ടായാൽ മതി. കറണ്ട് വേണം, വെള്ളം വേണം, കിടക്കാൻ ഒരു സ്ഥലം വേണം. ഇതാണ് അടിസ്ഥാന ആവശ്യങ്ങൾ. നല്ല വെള്ളം വേണം, അല്ലെങ്കിൽ നല്ല മുറി വേണം. ഇങ്ങനെയുള്ള നമ്മുടെ സൗകര്യങ്ങളോട്, അതിന്റെ കുറച്ചുകൂടെ കൂടുതലുണ്ട്, എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. ഈശോ പറഞ്ഞ വചനം ഒന്ന് ശ്രദ്ധിച്ച്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 57-ും 58-ഉം തിരുവചനങ്ങൾ.